ഹലോ ഹലോ, പുലിക്കോടൻ കുമാരനാണ് സംസാരിക്കുന്നത്. പുലിത്തോലല്ല, പുലിക്കോ ഇക്ക, പക്കാവടയുടെ ഇക്ക. ഞാൻ നാരായണിയുടെ ഭർത്താവല്ല, നാരായണി എന്റെ ഭാര്യയാണ്. താൻ കാര്യം പറ. ആ, നാരായണിയുടെ അനിയൻ കണ്ണൻകുട്ടി. കണ്ണൻകുട്ടി എപ്പോ? രാവിലെ 8 മണിക്കോ? അയ്യോ, ഞാൻ ഈ വാർത്ത നാരായണിയോട് എങ്ങനെ പറയും? അയ്യോ നാരായണി, എടി നാരായണി. അയ്യോ എന്താ ഏട്ടാ, എന്തുണ്ടേ? എടി, നിന്റെ അനിയൻ കണ്ണൻകുട്ടി പോയടി. എന്റെ പെരുമ്പലക്കാവ് ഭഗവതി, ഞാൻ എന്താ ഈ കേക്കണേ? അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും എന്റെ ദൈവമേ? അയ്യോ, എന്താ നാരായണി, എന്ത് പറ്റി? എന്റെ അനിയൻ കണ്ണൻകുട്ടി പോയി വാസുവേട്ടാ. ഇന്നലെ രാത്രിയും കൂടെ ഞാൻ അവനോട് ഫോണിൽ സംസാരിച്ചതാ. തിങ്ങത്തടി പോലെ ഇരുന്ന ചെറുക്കനല്ലയോ, ഇത്ര പെട്ടെന്ന് ചത്തുപോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വാസുവേട്ടാ, വിചാരിച്ചില്ല. തേക്കും തെങ്ങും തടിയാന്നേലും മേളിൽ നിന്ന് വിളിച്ചാ പോയല്ലേ പറ്റൂ നാരായണി. ആര് ചത്തുന്നും പറഞ്ഞാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ കിടന്ന് മോങ്ങുന്നത്? ചത്തില്ലേ? കണ്ണൻകുട്ടി പോയി എന്നും പറഞ്ഞ അലറിയത് നിങ്ങളല്ലേ മനുഷ്യ? അവൻ ഗൾഫിലേക്ക് പോയെന്നാ പറഞ്ഞത്. അയ്യേ, അവൻ ചത്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് പൊട്ടിക്കറിയോ? പൊട്ടിച്ചിരിക്കല്ലേ ഉള്ളൂ. മഹാഭാവി, ദുഷ്ടനാ നിങ്ങൾ, പരമദുഷ്ടൻ. ആരാടി ദുഷ്ടൻ? ആരാടി ദുഷ്ടൻ? വാസു കേക്കണോ? എവളുടെ അനിയൻ കണ്ണൻകുട്ടി, എന്റെ ഏക അളിയൻ. അവൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് 1.5 മാസമായി. 1.5 മാസം. ഒരു പ്രാവശ്യമെങ്കിലും ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് അവനുണ്ടായോ? പോട്ടെ, അവൻ വരണ്ട. അവൻ വരണ്ട വാസു. ഒരു പാക്കറ്റ് ഫോറിൻ മുട്ടായി എങ്കിലും കൊടുത്തയക്കാൻ അവൻ മനസ്സ് കാണിച്ചോ? ഇല്ല വാസു, ഇല്ല. അത് നന്ദികേടായി പോയി നാരായണി. എന്ത് നന്ദികേടായി പോയിന്ന്? വാസുവേട്ടന് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് 10ന്റെ അന്ന് ഗൾഫിലേക്ക് പോയവനാ അവൻ. 3 വർഷം കഴിഞ്ഞ് അവൻ ഇപ്പോഴാ ഒരു ലീവ് കിട്ടുന്നത്. ഒരു കുഞ്ഞിക്കാല് കാണണമെന്നുള്ള മോഹം അവനും ഉണ്ടാവില്ലേ? ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്ന അതെങ്ങനെ നടക്കും പറ? അത് ന്യായമാണ് കുമാര. എന്ത് ന്യായം? ഈ കുഞ്ഞിക്കാല് വേണമെന്നുള്ളവരെല്ലാം 24 മണിക്കൂറും വീടിനകത്ത് കുറ്റിയിട്ട് തിരിപ്പാണോ? അത് ശരിയാ, കുഞ്ഞിക്കാല് വേണമെന്ന് പറഞ്ഞ് 24 hours റൂമിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവളൊന്ന് ഉറങ്ങുമ്പോഴോ തളർന്നുറങ്ങുമ്പോഴോ ബാത്റൂമിൽ പോകുമ്പോഴോ അവനൊന്ന് വരാമായിരുന്നു. പുറത്തിറങ്ങിയാൽ ഇങ്ങോട്ട് വരണമെന്ന് അവനും കൂടി തോന്നണ്ടേ? അത് ന്യായം. എന്ത് ന്യായം? വാസുനറിയോ? ഇങ്ങോട്ട് വന്ന്. ആ കുന്നുമ്മല വീരാൻകുട്ടിയുടെ കയ്യും കാലും പിടിച്ചിട്ടാ ഈ കണ്ണൻകുട്ടിയുടെ വിസയും NOC ഞാൻ ശരിയാക്കി കൊടുത്തത്, അറിയാമോ? അയ്യോ, അത് വളരെ മോശമായി പോയി. എന്ത് മോശമായി പോയിന്ന്? കുന്നുമ്മല വീരാൻകുട്ടിക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ് വാങ്ങിയ തുകയെന്ന് 25,000 രൂപ വാങ്ങി അമ്മക്ക് പോക്കറ്റിലിട്ട ഈ വൃത്തികെട്ടവനാ നന്ദികേടിനെ പറ്റി പറയുന്നത്. സ്വന്തം അളിയന്റെ വിസയ്ക്ക് വേണ്ടി 25,000 രൂപ കൈക്കൂലി മേടിച്ചത് പോക്കർത്തരമായി പോയി. അല്ലയോ വാസു? ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പക്ഷം പിടിക്കരുത്. ആണുങ്ങളായ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുക. അല്ല, നമ്മളൊരു ന്യായം പറയുമ്പോ. എന്ത് ന്യായം? മാങ്ങാത്തൊലി. ഈ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? 1.5 മാസത്തെ ലീവിന് വീട്ടിൽ വന്നിട്ട്, നാട്ടിൽ വന്നിട്ട് ഒരു പ്രാവശ്യം പോലും എന്റെ വീട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞ ഒരു മുഴം കയറോ ഒരല്പം എലിപ്പാഷാണോ കിട്ടിയിരുന്നെങ്കിൽ? കയറില്ല ചേട്ടാ, എലിപ്പാഷാണ് ഇരിപ്പുണ്ട്. എന്തിനാ? നിന്റെ വായിലോട്ട് ഉരുട്ടിയിടാൻ. രാവിലെ ചേട്ടന്റെ വീട്ടിലെ എല്ലാവരും എലിപ്പാഷാണോ ഉരുട്ടി കയറ്റുന്നത്? താരതല പറഞ്ഞ ആഴ്ചന്റെ പല്ലളക്കും. പല്ലളക്കം വന്ന യുണ്ടക്കണ്ണിലിട്ടി കുത്തു വെച്ച് വരും. നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ എന്തെങ്കിലും സംഭവിക്കും. അടി അടി. ഇങ്ങനെ പോയ എന്തെങ്കിലും നടക്കും. ഭർത്താവാണെന്നൊന്നും ഞാൻ നോക്കൂല. കേട്ടാ, അടിക്കാൻ ഓങ്ങിയത് കണ്ടോ? ഒരു ജോലിക്കാരന്റെ സ്ഥാനം പോലും ഈ വീട്ടിൽ എനിക്കില്ല വാസു. വാസു തന്നെ പറ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ കൂടുതൽ സ്ഥാനം? അത് ഭർത്താവിന്. ഭർത്താവിനോ? അല്ല, സ്വല്പം കൂടുതൽ ഭാര്യയ്ക്കാ. അല്ല, ഭർത്താവിനേക്കാൾ കൂടുതൽ ഭാര്യയ്ക്കാണല്ലോ. യാതൊരു സംശയമില്ല, ഭാര്യയ്ക്ക് തന്നെയാണ് സ്ഥാനം. ഈ വീട് നോക്കുന്ന ആരാ? ഭാര്യയല്ലയോ? ഈ തുണിയൊക്കെ അലക്കി കൊടുക്കുന്ന ആരാ? ഭാര്യയല്ലയോ? ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നത് ആരാ? ഭാര്യയല്ലയോ? അതെല്ലാം പോട്ടെ വാസുവേട്ടാ, ഈ ഗർഭം ധരിക്കുന്ന ആരാ? ഭാര്യയല്ലയോ? അത് ന്യായമാ. സമ്മതിച്ചു. ഗർഭത്തിലേക്ക് ഭാര്യയെ നയിക്കുന്നതാരാ? ഭർത്താവല്ലേ? അതും ന്യായമാ. അതും ന്യായം. എന്ത് ന്യായം? അതിനിപ്പോ ഭർത്താവ് തന്നെ വേണമെന്നൊന്നുമില്ല. ബെസ്റ്റ് ഫാമിലി. ഇപ്പൊ ഇവളുടെ കുടുംബത്തിന്റെ നിലവാരം മനസ്സിലായോ? എവള് തറയാ, എവളുടെ തള്ള തറയാ, തന്ത തറയാ, എല്ലാ തനിത്തറ പാർട്ടീസാ. ഇവളുടെ തറവാടിന്റെ പേര് വാസുവിന് അറിയാമോ? ഇല്ല. തനിത്തറ തറവാട്. അയ്യേ, ഇങ്ങനെ തറവാട്ട് പേര് കേൾക്കണോ? തൊട്ടിക്കാട്ടിൽ. അതായത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തൊട്ടികളും കാടന്മാരുമാണെന്ന് അർത്ഥം.
തൊട്ടികളാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ കാടന്മാരാണെന്ന് ആരും എന്നോട് പറഞ്ഞില്ല കേട്ടോ. കാടന്മാരാരാണെന്ന് ഞാൻ ബാസുവിന് പറഞ്ഞുതരാം. എവളുടെ അനിയൻ കണ്ണൻകുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എന്താ വിശേഷം? ഇല്ല. ഒരിക്കൽ കണ്ടിരിക്കണം. എലിയുടെ മോന്ത, അതായത് ഇങ്ങനെ അതെ അതെ, കഴുതയുടെ ചെവി, കഴുതയുടെ ചെവി, ടോട്ടൽ രൂപം പാടത്ത് നിർത്തിയിരിക്കണ നോക്കൂത്തിയുടെ പോലെതാ. കേർക്കറോ? എന്തായാലും നിങ്ങളുടെ അപ്പനേക്കാളും ഭേദം. ഇങ്ങനെ അച്ഛനെ വാസമായിട്ട് കണ്ടിട്ടില്ലല്ലോ. ആ, നീർക്കോലി പാന്റ് ഇട്ട പോലെ ഇരിക്കും. ആളിപ്പോ എവിടെ ഉണ്ട്? ഒന്ന് കാണാനായിരുന്നു. അല്ലേലും അന്നേ ജോത്സ്യം പറഞ്ഞതാ, കഴുതയുടെ മോന്തെ മരപ്പട്ടിയുടെ ബുദ്ധിയുള്ള ഒരുത്തനെയായിരിക്കും എനിക്ക് കല്യാണം കഴിക്കാൻ കിട്ടുന്നതെന്ന്. അത് വലിച്ചു വാസുവേട്ടാ, വലിച്ചു. ജോത്സ്യമൊക്കെ അച്ചിട്ടല്ലേ നാരായണി? മാറിക്ക് വാസു, മാറിക്ക് വാസു. ഞാൻ മരപ്പട്ടി അല്ലേടി, ഞാൻ മരപ്പട്ടി അല്ലേ. നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ചൊഴിയാം. ഒയ്യോ സന്തോഷം. നിങ്ങളെക്കാൾ 100 കണക്കിന് മിടുക്കന്മാരെ ആമ്പിള്ളേരെ എനിക്ക് കിട്ടും. നീ വിളിച്ച ആരാടി വരുന്നത്? ദേ അത്ര ദൂരത്തൊന്നും പോണ്ട, ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനെ ഞോടിച്ചാ എന്തിന്? ഈ വാസുവേട്ട വരെ എന്റെ കൂടെ വരുമല്ലോ. വാസു നീ പോവോടെ? ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മളും ഒരു പുരുഷനല്ലേ, എനിക്കും വികാരങ്ങളും വിചാരങ്ങളും ഇല്ലേ വാസു? എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ, ഒന്നും തുറന്നു പറഞ്ഞില്ല. ഇല്ല. നീ അവന്റെ കൂടെ പോവില്ലേടി? ആ, വേണ്ടി വന്നോ. നീ അവന്റെ കൂടെ പോവില്ലേടി? ആ കുട്ടി ഒന്നും ചെയ്യരുത്. എന്നാടാ എവളെ നിനക്ക് കുട്ടിയാത്? എന്നാടാ എവളെ നിനക്ക് കുട്ടിയാത്? അല്ല, പാവാണ്. നാരായണ ചേച്ചി, നാരായണ ചേച്ചി. അല്ല, ഇത് ഭാർഗവനല്ലേ? എന്താ വിശേഷം? സാറേ ഒന്ന് പിടിച്ചിറക്കണം സാറേ. എന്താ? ചേച്ചിയുടെ അനിയൻ കണ്ണൻകുട്ടി സാറ് തന്നയിച്ച പെട്ടിയാ. അയ്യോ, എന്താ കണ്ണൻകുട്ടി ഇതില്? എന്തൊക്കെയാ ഇതില്? ഒരുപാട് സാധനങ്ങളുണ്ട്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, 2 വലിയ മിക്സി, കുറെ മൊബൈൽ ഫോണ്, പിന്നെ ഫോറിൻ മുട്ടായി, പെർഫ്യൂംസ്. എന്നാ ഞാൻ വരട്ടെ? ഇങ്ങോട്ട്. ആയിക്കോട്ടെ. ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി സെറ്റപ്പായി വന്ന അപ്പോഴാണ് ഒരു സമ്മാനപ്പെട്ടി. പോ. നാരായണി, ഓ, സമ്മാനങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും ഈ ബന്ധങ്ങളും കടപ്പാടുകളും ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. വസു, ഇവര് വലിയ തറവാട്ടുകാരാ കേട്ടോ. മറ്റേ തനിത്തറ തറവാട്. അതെ, തനിത്തറ എന്ന് പറഞ്ഞാൽ തറയിൽ നിന്നും തനി തങ്കം വിളയിക്കുന്ന അധ്വാനികളായ ഇവളുടെ കുടുംബക്കാര്. ആ, ഇവളുടെ അനിയൻ കണ്ണൻകുട്ടിയെ വാസു നേരിട്ട് കണ്ടിട്ടുണ്ടോ? മറ്റേ എലി പോലിരിക്കുന്നു. അതൊക്കെ പണ്ട് കൊച്ചിലെ. ഇപ്പൊ അവൻ ഭയങ്കര പേഴ്സണാലിറ്റി. അവനെ കണ്ടാ ഓടിച്ചൊന്ന് ഉമ്മ കൊടുക്കാൻ തോന്നില്ലേ? സത്യം ചേട്ടാ, സത്യം. തങ്കം, നിന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയത് എന്റെ ഭാഗ്യമാ. അല്ല ചേട്ടാ, ചേട്ടന് എന്നെ കിട്ടിയതാ ചേട്ടന്റെ ഭാഗ്യം. ബോഡി ടച്ചിങ് വേണ്ട അല്ലെ? ഒരു തീരുമാനമായതിനു ശേഷം ടച്ച് ചെയ്യരുത്. യവനാരാ നാരായണി? അയ്യോ അയ്യോ, അല്ല ഒരു കത്തുകൂടി ഉണ്ടായിരുന്നു, അത് തരാൻ മറന്നുപോയി. അയ്യോ. പിന്നെ വാസു, എന്റെ കണ്ണട പൊട്ടിപ്പോയി. നീ എന്നെ ഒന്ന് വായിക്ക. കണ്ണട ഞാൻ തരാം. അല്ല, കണ്ണട അല്ല, അതല്ല, നീ എന്നെ വായിക്ക. എഴുത്തും വായനയൊന്നും അറിഞ്ഞൂടല്ലേ? എന്റെ അച്ഛനറിയാം ഇല്ലേ? പിന്നെ കുറച്ചൊക്കെ എനിക്ക്. സ്നേഹമുള്ള കുമാരനളിയൻ അറിയുന്നതിന് കണ്ണൻകുട്ടി എഴുതുന്നത്. ഓ, അവന്റെ സ്നേഹം കണ്ടോ? തറവാടികൾ എന്നായാലും തറവാടികൾ തന്നെ. അല്പം തിരക്കിലായി പോയത് കൊണ്ടാണ് അളിയനെ നേരിൽ കാണാൻ സാധിക്കാത്തത്. അയ്യോ, കണ്ണൻകുട്ടിയോട് എനിക്ക് ഒരു പരിഭവം ഇല്ല. എന്റെ അളിയന്റെ തിരക്ക് എനിക്ക് മനസ്സിലാവൂലേ. വലിയ പോസ്റ്റ് കഴിയുന്ന ആളല്ലേ നാരായണി? കൊടുത്തയക്കുന്ന ബാഗിൽ കമ്പ്യൂട്ടർ, പെർഫ്യൂംസ്, മിഠായി. എന്ത് കൊടുത്തയക്കുന്നു എന്നുള്ളതല്ല, കൊടുത്തയക്കാനുള്ള വലിയ മനസ്സവനുണ്ടായല്ലോ തറവാടി. അയ്യോ, സത്യം ചേട്ടാ. ഈ പെട്ടി എനിക്ക് വിസ ശരിയാക്കി തന്ന ബീരാൻകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. കുമാര, നീ പറയാ, നിന്റെ തള്ള പറയാ, തന്ത പറയാ, നിന്റെ കുടുംബക്കാരെടുത്താൽ നിന്റെ കൊല്ലൊടി. തീരുമാനമാവാതെ പറയണേ. 3 ദിവസം ഞാനിവിടെ കാണും. ഫ്രീയാ.